പ്രിയമുള്ളവരെ, അടവി ചൂടുന്ന സഹ്യന്റെ കൊടുമുടികളും 3 കടലുകളും കാക്കുന്ന കേരളത്തിൻ്റെ പെരുമയായി മുടിമണിയായി ഒരു നാടുണ്ട്. ആ നാടിനെ നിങ്ങൾ അറിയും, കോതമംഗലം. കോതമംഗലത്തിൻ്റെ ഐശ്വര്യമായി ഒരു ദേശമുണ്ട്, കിഴക്കേ കോതമംഗലം. കിഴക്കേ കോതമംഗലത്തിൻ്റെ പുണ്യമായി ചെറുപുറത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും വലിയകാവ് ഭഗവതി ക്ഷേത്രവും. കിഴക്കേ കോതമംഗലം വലിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ 13 വെള്ളിയാഴ്ച. അന്ന് രാവിലെയും വൈകുന്നേരവും വലിയകാവിലമ്മയുടെ തിടമ്പേറ്റാൻ അവൻ വരികയായി. അനന്യമായ തലയെടുപ്പിൻ്റെ തങ്കത്തിളക്കവും അത്യപൂർവ ഭാഗ്യമായ ദൈവീക പരിവേഷത്തിൻ്റെ വജ്ര തേജസ്സുമായി കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും സമയരഥങ്ങൾക്കൊരുപടി മുൻപേ ചുവട് വയ്ക്കുന്നവൻ, ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന ആണത്തത്തിൻ്റെ രാജകല, കരിങ്കൽ തൂണുപോലെ നീണ്ടു ഭംഗിയാർന്ന കാലുകളും നവ്യസുന്ദര സുരഭില സുഹൃതമാം നഖകാന്തിയും തലയെടുപ്പിൻ്റെ തലക്കുന്നിയും വശ്യമായ വായുകുംഭവുമുള്ളവൻ. തുറവൂരിൽ തുടങ്ങി ചേർത്തലയും ചേവായൂരും അമ്പലപ്പുഴയും തൃപ്പൂണിത്തുറയും വൈക്കവും ചോറ്റാനിക്കരയും എറണാകുളവും തൃച്ചാറ്റുകുളവും കടന്ന് സാക്ഷാൽ പൂരനഗരിക്കാരും രാജവീഥി ഒരുക്കിയവൻ. തൃശ്ശിവപേരൂർ പൂരത്തിൻ്റെ തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനും വടക്കേ കൂട്ടുനൽകിയും സാക്ഷാൽ പാറമേക്കാവിലമ്മയുടെ തിടമ്പ് തന്നെ സമ്മാനിച്ച് പൂരനഗരിക്കാർ അരിയിട്ട് വാഴിച്ചവൻ. 10 അടിയോടടുത്തുയരവും വീണെടുത്ത് ഭംഗിയാർന്ന കൊമ്പുകളും മതഗിരികൾ ചുട്ടിക്കുത്തിയ ഐശ്വര്യത്തികവാർന്ന മസ്തകവും ഉറപ്പാർന്ന ഉടൽനീളവും ഉരുക്കിനൊത്ത കാലുകളുമൊക്കെയായി തൃശ്ശൂരും കേരളവുമൊക്കെ കടന്ന് അങ്ങ് വാളയാർ ചുരം കടന്ന് പേര് നേടിയവൻ. ആനച്ചന്തത്തിൻ്റെ അപൂർവങ്ങളിൽ അത്യപൂർവമായ ആൺപിറപ്പ് അവൻ വരികയായി വലിയകാവിലമ്മയുടെ തിടമ്പേറ്റാൻ. ഡിസംബർ 13 വെള്ളിയാഴ്ച കിഴക്കേ കോതമംഗലം വലിയകാവ് ഭഗവതിയുടെ തിരുസന്നിധിയിൽ തൃക്കാർത്തിക മഹോത്സവ നാളിൽ എത്തുകയായി. സഹ്യസുന്ദര ഗന്ധർവൻ, ഐരാവത സമൻ, ഗജരാജ പ്രൗഢ പ്രജാപതി, സാക്ഷാൽ ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഈ നാടിൻ്റെ പുണ്യമായ കിഴക്കേ കോതമംഗലം വലിയകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഗജരാജ പ്രൗഢ പ്രജാപതി, അങ്ങേക്ക് ഈ നാടിൻ്റെ സ്വാഗതം. ഡിസംബർ 13 വെള്ളിയാഴ്ച വലിയകാവിലമ്മയുടെ തിടമ്പേറ്റാൻ കിഴക്കേ കോതമംഗലത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് വരികയായി ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഒരവതാരപ്പിറവിയുടെ അപൂർവ നിയോഗങ്ങളിലേക്കും ജനപ്രീതിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്കും നടന്നു കയറിയവൻ. ധാരാളം 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 ഗജരാജപ്പട്ടങ്ങളും ഗജകേസരി കിരീടങ്ങളും വീരശൃംഖലകളും വാരിക്കൂട്ടിയ പ്രപഞ്ചതാള വിസ്മയ ഗജരാജൻ. ഒരു ചെങ്ങല കിലുക്കം കേട്ടാൽ തന്നെ ആരുമൊന്ന് നോക്കിപ്പോകുന്നവൻ. അറിയാതെ ഒന്ന് കണ്ണയച്ചാൽ കണ്ണുകൾ തിരിച്ചെടുക്കാനാകാത്ത വിധം ഉടക്കിപ്പോകുന്ന ശരീരപ്രകൃതിയുള്ളവൻ. ലക്ഷണശാസ്ത്രങ്ങളുടെ നൂലാമാലകളൊന്നും അറിയാത്ത സാധാരണക്കാരനെ പോലും പ്രഥമ ദർശനത്തിൽ തന്നെ അനുരാഗ വിവശനും ആരാധകനുമാക്കി മാറ്റുന്ന സൗന്ദര്യവാൻ. 10 അടിയോളം ഉയരമുള്ള കിഴക്കൻ മലനാടിൻ്റെ തിങ്കൾ കരുത്ത്, നാട്ടാനക്കൂട്ടത്തിൽ ഇരട്ടച്ചങ്കൻ, മലയാള നാടിൻ്റെ തിരുമുറ്റത്തെ ലക്ഷണോത്തമന്മാരിൽ പ്രഥമ ഗണനീയൻ. അവൻ വരികയായി. പ്രളയജലത്തിൽ ലോകം മുഴുവൻ ഒഴുകിയൊലിച്ചങ്ങില്ലാതായാലും ശരി, അതുക്കും മേലെ 14 ലോകങ്ങൾക്കും മേലെ തൻ്റെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കണമെന്ന വാശിയും വീറുമുള്ളവൻ. ചാഞ്ചാട്ടമില്ലാത്ത ആനത്തമ്പുരാക്കന്മാരിലെ സാക്ഷാൽ ഹിമവാൻ, സഹ്യസുന്ദര ഗന്ധർവൻ, ഐരാവത സമൻ. കറതീർന്ന ആനച്ചന്തത്തിൻ്റെ അവസാന വാക്ക് കണ്ടാൽ കയ്യും മെയ്യും മറന്ന് പിന്നാലെ അന്തം വിട്ടുപായുന്ന ആനപ്രേമികളുടെ കൺകണ്ട ദൈവം ഈരാറ്റുപേട്ട അയ്യപ്പൻ കോതമംഗലത്തിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട ഗജരാജ പ്രൗഢ പ്രജാപതി, ഞങ്ങളുടെ നാട്ടിലേക്ക്, ഈ കോതമംഗലത്തേക്ക്, കിഴക്കേ കോതമംഗലത്തേക്ക്, വലിയകാവിലമ്മയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം.